ഹായ് എവ്രി വൺ. നമുക്കറിയാം നമ്മുടെ ഓഗസ്റ്റ് 2024 നടന്ന എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഒരു അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് എക്സാംസിൻ്റെയും ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചായിരിക്കും. സോ നമുക്കറിയാം ജൂൺ 2024 എക്സാം ക്യാൻസൽ ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് 2024 അതിൻ്റെ റീ എക്സാമിനേഷൻ നടത്തിയുണ്ടായി. അതിൽ ഇംഗ്ലീഷ് ആയിരുന്നു ആദ്യത്തെ ദിവസത്തെ എക്സാം. സോ അതിൻ്റെ ആൻസർ കീ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചലഞ്ചിങ് ഡേറ്റും കഴിഞ്ഞാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ പാറ്റേണും എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പം ജൂണിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേണും നമ്മുടെ മനസ്സിലുണ്ട്. സോ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിസംബർ 2024 എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മളൊരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓഗസ്റ്റ് 2024 എക്സാമിനേഷൻ രണ്ട് ഷിഫ്റ്റ് ആയിട്ടായിരുന്നു നടത്തിയിരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രണ്ട് ഷിഫ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും. ആൻഡ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്താലും കഴിഞ്ഞ രണ്ട് തവണ, അതായത് ഡിസംബർ 2023 ജൂൺ 2024 ക്യാൻസൽഡ് എക്സാമിനേഷനും അതിൻ്റെ രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ പേപ്പർ 2 വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു എബോവ് ആവറേജ് സാധാരണ രീതിയിൽ ചോദിക്കുന്നതിലും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ള രണ്ട് എക്സാംസ് ആയിരുന്നു, ഡിസംബർ 2023 അതുപോലെ തന്നെ ജൂൺ 2024. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഡിഫിക്കൽറ്റി ലെവല് കൂട്ടിയ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പഴയ ടെൻഡൻസിയിലോട്ട്, ഇതിന് മുൻപുണ്ടായിരുന്ന എക്സാംസിൻ്റെ ഒരു ടെൻഡൻസിയിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെയും കാണാനായിട്ട് പറ്റും. സോ കമ്പാരിറ്റീവ്ലി മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും എടുത്താൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ കുറച്ചും കൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലാണ്, മോർണിംഗ് ഷിഫ്റ്റുകളിൽ കുറച്ചും കൂടി ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എനിവേ നമ്മൾ ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും, അതായത് മോർണിംഗ് ഷിഫ്റ്റിൻ്റെയും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൻ്റെയും ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിൽ രണ്ട് ഷിഫ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈക്വൽ മൊഡ്യൂൾ വൈസ് ഡിവിഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം അത് നമ്മുടെ ഒരു എക്സാംസിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്കുകൾ ഭയങ്കര ഡൈവേഴ്സ് ആണ്, അതിൽ ഒരുപാട് സൈസ് ഡിഫറൻസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ, അല്ലെങ്കിൽ എല്ലാ എക്സാംസിലും നമുക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാംസിന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രണ്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും ലിറ്റററി തിയറിയുമാണ്. ഈ രണ്ട് മൊഡ്യൂൾസിൽ നിന്ന് തന്നെ ഏകദേശം 40 to 50 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഈ എക്സാമിൽ ഇന്ത്യൻ ഇംഗ്ലീഷിന് കുറച്ചും കൂടി ഒരു പ്രൊമിനൻസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് എടുത്താലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എടുത്താലും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മോർണിംഗ് ഷിഫ്റ്റിൽ 23 ക്വസ്റ്റ്യൻസും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ഇത് ഒരു അപ്രോക്സിമേറ്റ് നമ്പറാണ്, കാരണം മിക്സഡ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് നമ്മൾ അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എല്ലാ എക്സാംസിനും എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു 20 to 25 റേഞ്ചിലാണ് പൊതുവെ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലിറ്റററി തിയറിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലിറ്റററി തിയറിയിൽ നിന്ന് ഉണ്ട്, ബാക്കി മൊഡ്യൂളുകളെ വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും സാധാരണ രീതിയിലുള്ള അത്രയും തിയറിയിൽ നിന്ന് ചോദിച്ചിട്ടില്ല. മോർണിംഗ് ഷിഫ്റ്റിൽ 14 ക്വസ്റ്റ്യൻസും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ 14 ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്, അതായത് ഈ ലിറ്റററി തിയറിനെ ബേസ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ലിറ്റററി തിയറിയിൽ നിന്നും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അറ്റ് ദി സെയിം ടൈം ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും ലിറ്റററി തിയറിയിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ഒരു ടെൻഡൻസി ഈ ഒരു എക്സാമിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ
നോക്കുമ്പം അടുത്ത ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ്. സാധാരണ രീതിയിൽ ചോദിക്കുന്നതിനേക്കാളും ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ്. കാരണം സാധാരണ ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്നൊരു 7 to 10 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പോസ്റ്റ് കൊളോണിയലുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴും ഏകദേശം, അതായത് പോസ്റ്റ് കൊളോണിയലുമായിട്ട് കമ്പൈൻ ചെയ്ത് ചോദിക്കുന്ന ടൈമിലൊക്കെയാണ് നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം ചോദിച്ചു കാണുന്നത്. പക്ഷേ ഇവിടെ 2 എക്സാംസിലും, അതായത് മോർണിംഗ് ഷിഫ്റ്റിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്ന് നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പറയാം. ഈ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതായത് മെയിൻ സ്ട്രീം റൈറ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി കണ്ടംപററി ആയിട്ടുള്ള റൈറ്റേഴ്സ് ലൈക്ക് ചേതൻ ഭഗത് അല്ലെങ്കിൽ ഈവൻ സൽമാൻ റുഷ്ദിയുടെ വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് വരെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത്രയും കണ്ടംപററി സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിന് ഇത്തവണത്തെ എക്സാംസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതിനുശേഷം ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ആണ്. മോർണിംഗ് ഷിഫ്റ്റിൽ ഏകദേശം 7 ക്വസ്റ്റ്യൻസും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ 10 ക്വസ്റ്റ്യൻസും നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ കാണാം. സോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുമ്പം ഇന്ത്യൻ ലിറ്ററേച്ചറുമായിട്ട് അതൊരു ബന്ധമുണ്ട്. കാരണം ഇന്ത്യൻ ലിറ്ററേച്ചർ ഓൾസോ കംസ് അണ്ടർ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. സോ ഈ ഡയസ്പോറിക് റൈറ്റേഴ്സ് ലൈക്ക് സൽമാൻ റുഷ്ദി, VS നൈപോൾ ഇവരെയൊക്കെ നമ്മൾ ഈ പറയുന്ന 2 കാറ്റഗറിയിലും പെടുത്തുന്നവരാണ്. സോ അപ്പം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ പ്ലസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം 25 ക്വസ്റ്റ്യൻസോളം അല്ലെങ്കിൽ ഒരു 20 to 25 ക്വസ്റ്റ്യൻസോളം ഈ 2 മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത്തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു റിസർച്ച് മെത്തഡോളജി. അതായത് മോർണിംഗ് ഷിഫ്റ്റിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും 5 ക്വസ്റ്റ്യൻസ് വെച്ച് റിസർച്ച് മെത്തഡോളജിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്രിറ്റിസിസം, കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് ക്രിറ്റിസിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷെ ഇത്തവണ നമുക്ക് മോർണിംഗിൽ 4 ക്വസ്റ്റ്യൻസും ഈവനിങ്ങിൽ ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻസും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഉള്ള ഒരു മൊഡ്യൂൾ വൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ എല്ലാ എക്സാംസും പോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്നാണ്. തിയറിയുടെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഡിസംബറിലെ എക്സാംസിൽ ചിലപ്പം ഇതെല്ലാം മാറിയിട്ട് തിയറിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും ഈ 2 എക്സാംസിലും, അതായത് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ത്യൻ ലിറ്ററേച്ചറിന് തിയറിയുടെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അപ്പം നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോഴും ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അതുപോലെ തന്നെ തിയറിയുടെയും കൂടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനും ഈക്വൽ ഫോക്കസ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മൊഡ്യൂൾ വൈസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞപ്പം വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞത്. കുറച്ച് കുട്ടികൾക്ക് അത് കഴിഞ്ഞ 2 എക്സാംസിനെ വെച്ച് നോക്കുമ്പം ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നാലും ടു ഈസി ആയിരുന്നു എന്നുള്ള ഒരു അങ്ങനെ ഒരു അനാലിസിസ് പൊതുവെ ഇത്തവണത്തെ എക്സാംസിന് കുറവായിരുന്നു. പക്ഷെ വളരെ ഡയറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പഠിക്കുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണ കാണാനായിട്ട് പറ്റും. ഇപ്പൊ മോർണിംഗ് ഷിഫ്റ്റ് എടുക്കുവാണെങ്കിൽ ലോഞ്ചൈനസിന്റെ സബ്ലൈം, ഗോർബോഡക്, യൂട്ടോപ്പിയ, ഷേക്സ്പിയർ, മിൽട്ടൺ, ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എപ്പോണിമസ് നോവൽ എന്ന് പറയുന്നത് എന്താണ്, ഹു ഇൻവെന്റഡ് ഇൻസ്കേപ്പ് ആൻഡ് ഇൻസ്ട്രസ്, ജീൻ റൈസിന്റെ വർക്ക്സുകൾ ഏതൊക്കെയാണ്, അങ്ങനെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഇതിലൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ദ ജെനുവിൻ സോഴ്സസ് ഓഫ് സബ്ലൈം ആർ സൈറ്റഡ് ബൈ ലോഞ്ചൈനസ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ്റെ ഇതിൻ്റെ 2 പേപ്പർ 2ന്റെ മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്താണ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏതൊക്കെയാണ് 5 സോഴ്സസ് ഓഫ് സബ്ലൈം, ഏതൊക്കെയാണ് 4 സബ്ലൈം, ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നെറ്റിന് പഠിക്കുന്ന concept ആണ്. So which among the following are not the genuine sources of the sublime as cited by Longinus? പിന്നെ അതുപോലെ തന്നെ
ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഗോർബോഡക്. നമുക്കറിയാം ഗോർബോഡക് പഠിക്കുമ്പോൾ തന്നെ നമ്മളത് ആരാണ് അതിന്റെ ഓദർ ചെയ്തിട്ടുള്ളത്, കോ ഓദറിങ് ആരാണ്, അത് നമുക്കറിയാവുന്നതാണ്. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് പഠിക്കുമ്പോൾ ബ്ലൂംസ്ബെറി ഗ്രൂപ്പ്, ഹു അമംഗ് ദ ഫോളോയിങ്, ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വാട്ട് ഡസ് ആൻ എപ്പോണിമസ് ക്യാരക്ടർ മീൻസ്. അപ്പം നമുക്ക് തന്നെ അറിയാം എപ്പോണിമസ് ക്യാരക്ടർ ഗീവ്സ് ഹിസ് ഓർ ഹെർ നെയിം ടു ദി ടൈറ്റിൽ ഓഫ് ദി വർക്ക്. അപ്പം ഇങ്ങനത്തെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു കുറച്ചൊരു 4-5 വർഷം നമ്മൾ പുറകോട്ട് പോകുവാണെങ്കിൽ ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെറ്റിന്റെ എക്സാമിന് ചോദിക്കുന്നത് വളരെ കുറവായിരുന്നു. സോ അപ്പം നമുക്കൊരു ബേസിക് നോളജ്, അതായത് ലിറ്ററേച്ചറിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈക്ക് ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദി ഓദർ ഓഫ് ഐ നോ വൈ ദ കേജ് ബേർഡ് സിങ്സ്. Which of the following is considered to be the first Indian English novel? Absalom and Absalom is a novel by William Faulkner. Then okay, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചിന്നു അച്ചീബയുടെ വർക്ക്സ് ഒക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ, ഇത് ക്രോണോളജിക്കലി വരുന്നതാണ്, എന്നാലും ചിന്നു അച്ചീബയുടെ വർക്ക്സ് ഒക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ പറയുന്ന അതിനെ ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഒരു ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് പറയുന്നത്. അപ്പം മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണെങ്കിലും വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സിംഗിൾ റീഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചറിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ 2 എക്സാംസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇത് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നോ അല്ലെങ്കിൽ കട്ട് ഓഫ് ഒരു പരിധിയിൽ കൂടുതൽ കുറയുമെന്നോ നമുക്ക് ഈ ഒരു എക്സാമിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നോർമലി ചോദിക്കുന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജൂൺ 2023 ജൂൺ 2024 ഡിസംബർ 2023 എക്സാംസ് അല്ല, പക്ഷെ അതിന് മുമ്പുള്ള എക്സാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് കട്ട് ഓഫ് തീരെ കുറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു എക്സാംസിലൊക്കെ ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിലാണെങ്കിലും ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്റെ വർക്ക്സുകൾ അറേഞ്ച് ചെയ്യുക, ചിന്നു അച്ചീബെ ഹു ഇസ് ദി ഓദർ ഓഫ് അബ്സലോം ആൻഡ് അബ്സലോം. പിന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിറ്റററി കോൺസെപ്റ്റ്സുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം ദ തേർഡ് സ്പേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹോമി കെ ബാബ, സബോൾട്ടേൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗായത്രി സ്പിവാക്. അതൊക്കെ ശരിക്കും തിയറിയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു എക്സാംസിലും ഒരുപാട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പല ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസും വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ എക്സാംസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആസ് യൂഷ്വൽ ദർ വർ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലിറ്ററേച്ചർ എപ്പോൾ പഠിച്ചാലും ക്രോണോളജിക്കലി പഠിക്കുക. കാരണം നമുക്കൊരു മിനിമം 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്രോണോളജിയിൽ നിന്ന് തന്നെ ചോദിക്കാം. അപ്പോൾ ഈ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ ഇയറും കാണാതെ പഠിക്കണ്ട. നമ്മൾ ഓതേഴ്സിനെ എടുത്ത് ആ ഓതേഴ്സിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു, അവരുടെ വർക്ക്സിനെ അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ തന്നെ ഈ 11 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏകദേശം ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട്, അതായത് വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മോർണിംഗ് ഷിഫ്റ്റിന്റെയാണ് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. സൗത്ത് ഏഷ്യൻ വർക്ക്സുകൾ, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ്, അത് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബ്രിട്ടീഷ് റൈറ്റേഴ്സ്, ഡോക്ടർ BR അംബേദ്കറിന്റെ വർക്ക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ, അതുപോലെ തന്നെ ജോർജ് ബെർണാഡ് ഷാ, അഗത ക്രിസ്റ്റി, പിന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ ജനറൽ ആയിട്ടുള്ള വർക്ക്സുകൾ, റെയ്മണ്ട് വില്യംസിന്റെ വർക്ക്സ്, തിയററ്റിക്കൽ ടെക്സ്റ്റുകൾ, പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ ആ ഒരു പാറ്റേണിൽ, അതായത് ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് എങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ്, പക്ഷെ അത് ആസ് യൂഷ്വൽ ആണ്. ഇതിന് മുമ്പുള്ള ഒരു 3-4 എക്സാംസ് നമ്മൾ എടുത്താലും ഇത്രയും തന്നെ, അതായത് 10ൽ കുറയാതെ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ നെറ്റിന്റെ എക്സാമിൽ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ക്രോണോളജിക്കൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. Arrange the following novels in the correct chronological order of their publication. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷ് വർക്ക്സുകളാണ്. സോ മെനി ഹങ്കേഴ്സ്, ഓൾ അബൌട്ട് എ ചാറ്റർ, മ്യൂസിക് ഫോർ മോഹിനി, വെയിറ്റിംഗ് ഫോർ മഹാത്മ, കാന്തപുരം. അപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ പല രീതികളിലുള്ള ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ കുറിച്ച്, ഡോക്ടർ BR അംബേദ്കറിന്റെ വർക്ക്സുകളുടെ ക്രോണോളജിക്കൽ ഓർഡർ, അതുപോലെ തന്നെ ബ്ലാക്ക് ബ്രിട്ടീഷ് റൈറ്റേഴ്സിന്റെ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ, പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും അതേപോലെ തന്നെ
ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ബ്ലാക്ക് അമേരിക്കൻ റൈറ്റേഴ്സ്, അതായത് മോർണിംഗ് ഷിഫ്റ്റിൽ ഈ 2 ഷിഫ്റ്റുകളും നമ്മൾ നോക്കിയാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ചെറിയ ചെറിയ വ്യത്യാസം ഇൻ ദ സെൻസ്, പക്ഷെ നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് മോർണിംഗ് ഷിഫ്റ്റ് ആണ്. പക്ഷേ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് അമേരിക്കൻ റൈറ്റേഴ്സ് ആണെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റിൽ ബ്ലാക്ക് ബ്രിട്ടീഷ് റൈറ്റേഴ്സ്, അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഈ 2 ഷിഫ്റ്റുകളിലുമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ രണ്ടിടത്തും ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ ക്രോണോളജി, പോസ്റ്റ് കൊളോണിയൽ ക്രോണോളജി, പിന്നെ സൽമാൻ റുഷ്ദി, ടോണി മോറിസൺ, RK നാരായൺ, ദസ്തോവിസ്കി, ഷേക്സ്പിയർ, ഇവരുടെ വർക്ക്സുകളുടെ ക്രോണോളജിക്കൽ ഓർഡറിങ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഇതിൽ ഷേക്സ്പിയർ, RK നാരായൺ, ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന കാറ്റഗറിയാണിത്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ റൈറ്റേഴ്സ്, അമേരിക്കൻ ഇംഗ്ലീഷ് പ്ലേസ്, പിന്നെ യൂറോപ്പിലെ പ്രിന്റിംഗ് പ്രസിന്റെ, അതായത് ഗുട്ടൻബർഗ് വരുന്നതും കാക്ഷൻ വരുന്നതും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ ഒരു രീതിയിലുള്ള ക്രോണോളജിക്കൽ ഓർഡറിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പ്ലേസ് ദ ഫോളോയിങ് വർക്ക്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദ പബ്ലിക്കേഷൻ ഇയർ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യൻ ഇംഗ്ലീഷും പോസ്റ്റ് കൊളോണിയലും മിക്സപ്പ് ആയിട്ട് ചോദിക്കാനായിട്ടുള്ള ചാൻസസുകൾ എപ്പോഴും കൂടുതലാണ്. കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് ഓൾസോ കംസ് ആസ് എ പാർട്ട് ഓഫ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. എനിവേ, അപ്പം ഇങ്ങനെ ഇതിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ്, ആൽബർട്ട് ക്യാമു പോലെയുള്ള യൂറോപ്യൻ റൈറ്റർ, അപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റേഴ്സിന്റെ വർക്ക്സുകളുടെ ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ റൈറ്റേഴ്സിനെ അവരുടെ ബർത്ത് വെച്ച്, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇതുവരെ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. പിന്നെ അറേഞ്ച് ദ ഫോളോയിങ് പ്ലേസ് ഇൻ ദി ഓർഡർ ഓഫ് ദ പബ്ലിക്കേഷൻ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ബൈ ആർതർ മില്ലർ, അത് അമേരിക്കൻ ഇംഗ്ലീഷ് പ്ലേസ് ആണ്. പിന്നെ ക്രോണോളജിക്കലി അറേഞ്ച് ദി റുഡിയം പ്ലേ റൈറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ദ ബർത്ത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ്. സോ അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണത്തെ എക്സാംസിലും കാണാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് അൺയൂഷ്വൽ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് എക്സാംസിന് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്.
ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് സ്റ്റുഡൻസിനെ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പഴയ, അതായത് നമ്മളിപ്പോൾ ഒരു 2012 തൊട്ട് 2018 വരെയും പിന്നീട് സിലബസ് മാറിയതിനു ശേഷം 2018 തൊട്ട് 2023 അല്ലെങ്കിൽ ഒരു 22 വരെയുള്ള മിക്സ് മെർജ്ഡ് സൈക്കിൾസ് ആ ഒരു ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ ചോദിക്കുന്ന, അതായത് ഇപ്പം അതിന് മുമ്പൊക്കെ നമ്മളിപ്പോൾ കോഡ്സ് വെച്ചൊക്കെ ചോദിക്കുന്നത് ഒരു എക്സാമിന് 3-4 എണ്ണമൊക്കെ ആണെങ്കിൽ ഇപ്പം അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഓതേഴ്സ് പറയുന്ന കോഡ്സ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്ന കോഡ്സുകൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഈ എക്സാംസിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ഈസി ലെവൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു റൈറ്ററിനെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ടുള്ള നമുക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അത് ആൻസർ ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി, കാരണം നമ്മൾ ചില റൈറ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഏതെങ്കിലും ഒരു ടേംസോ കാര്യങ്ങളോ ആ കോഡ്സിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ട്. എന്നാലും ചില കുട്ടികൾക്കും, മിക്ക കുട്ടികൾക്കും ഈ പറഞ്ഞതുപോലെ കോഡ്സ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കോഡ്സ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വാസ്റ്റ് സിലബസ് ഉള്ളത് കൊണ്ട് അത് കുറച്ച് ഡിഫിക്കൽറ്റി ലെവലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് പേപ്പറിനെയും ഒന്ന് കോംപ്ലിക്കേറ്റ് ചെയ്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ കോഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എമേഴ്സന്റെ ഒരു കോട്ട് തന്നിട്ട് ഓസ്കാർ വൈൽഡ്, ഫ്രാൻസിസ് ബേക്കൺ, റോമൻ യക്കോബ്സൺ, then there was a match the following with one author, quotes over one side and the novels over the other side. പിന്നെ ഈ പറഞ്ഞതുപോലെ പല റൈറ്റേഴ്സിന്റെ, ക്രിറ്റിക്സിന്റെ, ഹാസ്ലിറ്റ്, അലക്സാണ്ടർ പോപ്പ്, ജോർജ് എലിയറ്റ്, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. Which among the following critics stated that the object of study in literary science is not literature but literariness. That is what makes a given work a literary work. പക്ഷെ അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ലിറ്റററിനെസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് റോമൻ യക്കോബ്സൺ ആയിട്ടാണ്. ഡീഫെമിലിയറൈസേഷൻ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി സ്ലോവസ്കിയിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ കോട്ട് ഓർത്തിരുന്നില്ലെങ്കിലും ലിറ്റററിനെസ് നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. ഹു among the following stated that the true philosopher and the true poet are one, and a beauty which is truth and a truth which is beauty is the aim of both. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എമേഴ്സൺ ആണ്. പക്ഷേ there is actually a tendency for people to go for Keats because ഈ ബ്യൂട്ടി, ട്രൂത്ത് ഒക്കെ കാണുന്നത് കൊണ്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വേർഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നേരെ തിരിയാനായിട്ടും ഉൾട്ടടിക്കാനായിട്ടൊക്കെയുള്ള ചാൻസസ് ഈ ഒരു ടൈമിൽ കൂടുതലാണ്. സോ അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ട്രൂ ഫിലോസഫർ ആൻഡ്. അപ്പം ഈ ഒരു ടൈപ്പ് കോഡ്സുകൾ കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് ഈ രണ്ടും, അതായത് മോർണിംഗ് ഷിഫ്റ്റിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈവൻ ജൂൺ 2023 ക്വസ്റ്റ്യൻസിലും ഈ പറഞ്ഞതുപോലെ കോഡ്സ് വെച്ച് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം വേറൊരു എക്സാമ്പിൾ ആണ്, മാച്ച് ദ ഫോളോയിങ് ചോദിച്ചതാണ്. ലിസ്റ്റ് 1 കൊടുത്തേക്കുന്നത് കോഡ്സും ലിസ്റ്റ് 2 കൊടുത്തേക്കുന്നത് നോവലിസ്റ്റുമാണ്. സോ കോഡ്സ് നമ്മൾ ആദ്യമേ ഏത് നോവലാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നോവലിനെ പിന്നെ നോവലിസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. And this might not be that easy for many students. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു കുറച്ചൊന്ന് ഈ പേപ്പറിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ who said that an author has no claim to original thought but only to apt presentation of what was already being thought by others, അല്ലെങ്കിൽ poetry is not a branch of authorship. അപ്പോൾ ഇങ്ങനെയുള്ള കോഡ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണത്തെ ഈ രണ്ട് എക്സാംസിലും മോർണിംഗ് ഷിഫ്റ്റിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും നമുക്ക് കാണാൻ പറ്റും. സിമിലർലി നമ്മൾ ജൂൺ എക്സാംസ് നോക്കുവാണെങ്കിലും ഈ പറഞ്ഞ കോഡ്സ് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം കുറച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ there were genre based questions. ഓക്കെ, അതായത് അത് ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയാനായിട്ട് നമ്മൾ നോർമലി അത് നമ്മൾ പഠിക്കുന്ന ഒരു രീതിയുടെയും കൂടിയാണ്. നമ്മൾ നോർമലി ഒരു നോവൽ പഠിക്കുമ്പം ആ നോവലിൻ്റെ എക്സാമ്പിൾ ആയിട്ടായിരിക്കും, ഓക്കെ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗ്രാഫിക് നറേറ്റീവ്, ഓർ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്യാമ്പസ് നോവൽ, ഓർ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബിൽഡിംഗ്സ് റോമൻ സയൻസ് ഫിക്ഷൻ നോവൽ എന്നൊരു രീതിയിലായിരിക്കും നമ്മൾ നോർമലി പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ബാക്കി നോവൽസുകളെ നമ്മൾ ചിലപ്പം അറിഞ്ഞു എന്ന് വരത്തില്ല. നമുക്കറിയാം നമ്മുടെ സിലബസ് ഡിവൈഡ് ചെയ്ത സമയത്ത് ഇപ്പം നമ്മുടെ സിലബസിന്റെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറീസ് ആ ഒരു രീതിയിലാണ്. അതായത് ജോണറിക് ബേസ്ഡ് ഡിവിഷനാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലോടും കൂടി, അതായത് ഇപ്പോൾ ഗ്രാഫിക് നോവൽസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, അങ്ങനെ വരുന്ന ഒരു ടൈമിൽ കുറച്ച് കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ
ഈ ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്ന പോലെ ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലോട്ട് പോകുന്നതും പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലോട്ട് വരുന്നു. അപ്പം ഈ ജോണർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ സ്റ്റുഡൻസ് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടംപററി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ലിറ്ററേച്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 4-5 വർഷം പുറകോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു 3-4 വർഷം എങ്കിൽ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ പൊതുവെ കാനനിക്കൽ റൈറ്റിംഗ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതായത് പോപ്പുലർ ഫിക്ഷനിൽ നിന്ന് വളരെ കുറവായിരുന്നു ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ടെൻഡൻസി ഈ എക്സാംസിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ദി ക്വസ്റ്റ്യൻസ് ആർ മോർ ഫ്രം ലൈക് ഷെർലോക്ക് ഹോംസ്, JK റൗളിങ്ങിന്റെ വർക്ക്സുകൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സൽമാൻ റഷീദിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത വർക്ക്, ഇന്ത്യൻ റൈറ്റിംഗ്സ് ആണെങ്കിലും വളരെ കണ്ടംപററി ആയിട്ടുള്ള ആനന്ദ് നീലകണ്ഠന്റെ വർക്ക്സുകൾ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒരു കണ്ടംപററി റെലവൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ലിറ്ററേച്ചർ, കണ്ടംപററി ലിറ്ററേച്ചർ, അതിന് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് ചേതൻ ഭഗത്തിന്റെ മൂവീസുമായിട്ടുള്ള ചേതൻ ഭഗത്തിന്റെ ഏത് വർക്കാണ് ഇന്ന് മൂവി ആയിട്ട് മാറിയത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് എടുത്താലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എടുത്താലും ഈ പറഞ്ഞതുപോലെ ഹൈ ലിറ്ററേച്ചർ അല്ലെങ്കിൽ കണ്ടംപററി ലിറ്ററേച്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വർക്ക്സ് ആർ ഗ്രാഫിക് നറേറ്റീവ്സ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കിതിൽ 1-2 വർക്ക്സ് ചിലപ്പോൾ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദിസ് ക്യാൻ ബി എ കൺഫ്യൂഷൻ ഇഫ് വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദി എക്സാമ്പിൾസ് ഓഫ് ഗ്രാഫ് നറേറ്റീവ്സ്. അതായത് ഒരു വർക്ക് ഗ്രാഫ് നറേറ്റീവ് ആണ് എന്നറിഞ്ഞാൽ പോരാ, ഗ്രാഫ് നറേറ്റീവ്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അങ്ങനെ അറിയുകയാണെങ്കിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. ഇപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് വർക്ക്സ് ആർ കാറ്റഗറൈസ്ഡ് അണ്ടർ സയൻസ് ഫിക്ഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു രീതിയിലൊക്കെ, അതായത് കുറച്ചും കൂടി ജോണറിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ എക്സാംസിൽ വരുന്നുണ്ട്. പിന്നെ ഹൂ അമംഗ് ദ ഫോളോയിങ് ആർ റൈറ്റേഴ്സ് ഓഫ് വേർഡ്ലെസ് ഗ്രാഫിക് നറേറ്റീവ്സ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ എക്സാമിൽ തുടങ്ങുന്നതല്ല, കഴിഞ്ഞ 1-2 എക്സാംസ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തവണത്തെ എക്സാംസിൽ കുറച്ചും കൂടി പ്രൈസസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് പൊതുവെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്, എന്നാലും ഇവിടെ 2 കാര്യത്തിലും പ്രൈസസിന് ഇമ്പോർട്ടൻസ്, അതായത് മോർ ദാൻ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദി റൈറ്റർ. ഇപ്പം സൽമാൻ റഷീദിക്ക് ബുക്കർ പ്രൈസ് അല്ലെങ്കിൽ അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് ബുക്കർ പ്രൈസ്, എന്നാണ് ബുക്കർ പ്രൈസ് വന്നത്, അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് ആ ഒരു ഷിഫ്റ്റ് ഓഫ് പെർസ്പെക്റ്റീവ് പ്രൈസസിന്റെ കാര്യത്തിൽ വരുന്നതായിട്ട് നമുക്ക് ഈ 2 എക്സാമിലും ഇത്തവണ കാണാനായിട്ട് പറ്റും. അതായത് ഹു വൺ ദി അവാർഡ്സ് ഒരു എക്സാമ്പിൾ ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പ്രൈസും ലിസ്റ്റ് 2 അത് എപ്പം തുടങ്ങി എന്നുള്ളതുമാണ്. അപ്പൊ ബുക്കർ പ്രൈസ്, പുലിറ്റ്സർ പ്രൈസ്, നൊബേൽ പ്രൈസ്, പോയിറ്റ് ലോറിയറ്റ്. അപ്പം നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ ഈ ഒരു ബുക്കർ പ്രൈസിനെ കുറിച്ച്, പോയറ്റ് ലോറിയേറ്റിനെ കുറിച്ച്, നോബൽ പ്രൈസിനെ കുറിച്ച്, സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ അവാർഡ്സുകളുടെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടി കൂടുന്നതായിട്ട് ഇത്തവണത്തെ എക്സാംസിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത തവണ പഠിക്കുമ്പോഴും പ്രൈസസിന് കുറച്ചും കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൈറ്ററിന് ഇന്ന പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എല്ലാവരെയും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ പ്രൈസസ് എന്ന് പറയുന്നതിന് തന്നെ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇതിൽ ലിസ്റ്റ് 1 ഓതേഴ്സും ലിസ്റ്റ് 2 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇയറുമാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പാറ്റേണിൽ ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബുക്കർ പ്രൈസ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്കർ പ്രൈസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓതറിനെ വെച്ച് നമ്മൾ ബുക്കർ പ്രൈസ് കിട്ടി എന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് നൊബേൽ പ്രൈസ്, എന്താണ് പോയറ്റ് ലോറിയേറ്റ്ഷിപ്പ്, എന്താണ് ബുക്കർ പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇംഗ്ലീഷ് നോവൽസ് റിസീവ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ദി ഇയർ 2023. അപ്പൊ ഇവിടെയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർഷം ചോദിച്ചിരിക്കുന്നത് 2023 ആണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് കുറച്ചും കൂടി കണ്ടംപററി നോളജ് ലിറ്ററേച്ചറിനെ കുറിച്ച് വേണ്ടി വരും ഫ്യൂച്ചറിലുള്ള എക്സാംസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ, അതായത് നമുക്ക് ഈ റീസെന്റ് ആയിട്ട് നമ്മൾ ജനറൽ നോളജ് എന്നൊക്കെ പറയുന്ന പോലെ മൂവീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു അപ്ഡേഷൻ വേണ്ടി വരും നമുക്ക് നെറ്റ് എക്സാമിന് നല്ലൊരു രീതിയിൽ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്
അമേരിക്കൻ ലിറ്ററേച്ചറിനെയോ യൂറോപ്യൻ ലിറ്ററേച്ചറിനെയോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെയോ ഒക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് കൂടുതൽ കവറേജ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പോഴും യൂറോപ്യൻ ലിറ്ററേച്ചറും അമേരിക്കൻ ലിറ്ററേച്ചറും ചോദിക്കുമ്പോൾ മെയിൻ സ്ട്രീം റൈറ്റേഴ്സിനെ തന്നെയാണ് ചോദിക്കുന്നത്. ഫോക്നർ, ഹെമിംഗ്വേ അങ്ങനെയുള്ള റൈറ്റേഴ്സിനെയാണ് കൂടുതലും ചോദിക്കുന്നത്. യൂറോപ്യൻ ലിറ്ററേച്ചർ ആണെങ്കിലും ആൽബർട്ട് ക്യാമു അങ്ങനെ ഒരു രീതിയിലാണ്, ദസ്തോവ്സ്കി, അതായത് വളരെ ഫെയിംഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്ന് വളരെ ഡൈവേഴ്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഈ എക്സാമിന്റെ മാത്രം പ്രത്യേകതയല്ല. കഴിഞ്ഞ ഒരു 1-2 എക്സാംസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്നതിന്റെ ഒരു റേഞ്ച് വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഇത്തവണത്തെ എക്സാംസ് എടുക്കുവാണെങ്കിൽ പഞ്ചതന്ത്രനെ കുറിച്ചുണ്ട്, ധനഞ്ജയനുണ്ട്, ഭാവഭൂതി, ദലിത് റൈറ്റിംഗ്സ്, ഇന്ത്യൻ എസ്തെറ്റിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാമ, ദലിത് റൈറ്റിംഗ്സ് ഒക്കെ വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു 4-5 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അതിൽ കൂടുതൽ കാണും. 2 ഷിഫ്റ്റും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം അത്രയും, അതായത് മെയിൻ സ്ട്രീം ആയിട്ട് ചോദിക്കുന്ന R.K. നാരായൺ, രാജാ റാവു അവരൊരു സൈഡിലുണ്ട്. പക്ഷെ അതല്ലാതെ ഇന്ത്യൻ എസ്തെറ്റിക്സിനെ കുറിച്ചും ഇന്ത്യൻ എപ്പിക്സുകളെ കുറിച്ചും ഇന്ത്യയുടെ തന്നെ മെയിൻ റൈറ്റിംഗ്സ്, പഞ്ചതന്ത്ര, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, ഇന്ത്യൻ റൈറ്റിംഗ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അപ്പം നമ്മൾ എക്സാംസിന് പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷിന് നമ്മൾ കുറച്ചും കൂടി കവറേജ് കൊടുക്കണം. അതായത് നമ്മൾ ആ ടിപ്പിക്കലി പഠിച്ചു പോകുന്ന ഒരു മെയിൻ സ്ട്രീം റൈറ്റേഴ്സ് അല്ലാതെ വളരെ കണ്ടംപററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊക്കെ സിഗ്നിഫിക്കൻസ് ഉള്ള റൈറ്റേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്നതായിട്ട് കാണാം. ഞാനിവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡലിറ്റ് നറേറ്റീവ് റിട്ടേൺ ബൈ പെരുമാൾ മുരുകൻ? Who among the following women writers wrote the first female Dalit autobiography? So ഇതെല്ലാം Dalit writings ആണ്. അപ്പം ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് ദലിത് റൈറ്റിംഗ്സിനെ കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ ഈ ഒരു കാറ്റഗറി പഠിക്കണം. അതുപോലെ തന്നെ അക്കമഷി ഈസ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ദലിത് റൈറ്റേഴ്സ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ദലിത് നറേറ്റീവ് റിട്ടേൺ ബൈ പെരുമാൾ മുരുകൻ? സോ അപ്പോൾ ഈ ഒരു രീതിയിൽ ദലിത് റൈറ്റിംഗ്സിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് പഞ്ചതന്ത്ര? ഞാനിവിടെ എക്സാമ്പിൾസ് കൊടുക്കാത്ത ഈ പറയുന്ന പോലെ എസ്തെറ്റിക്സുകളെ കുറിച്ച്, രസ, ധ്വനി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരെ ഇത്തവണത്തെ എക്സാംസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യുമ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മോർണിംഗ് ഷിഫ്റ്റിലെയും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലെയും പേപ്പറുകളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ലിറ്റററി തിയറിയിൽ നിന്നും അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷും പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുമാണ്. ഇതിൽ നിന്ന് സാധാരണ ചോദിക്കുന്നതിലും കുറച്ചും കൂടി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഡിസംബർ 2024 എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 2024ലെയും ജൂൺ 2024ലെയും എക്സാംസിൻ്റെ ഒരു പാറ്റേൺ വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറച്ചും കൂടി പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതായത് ഈ നമ്മളൊരു എക്സാമിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടുത്ത എക്സാംസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൂടി ഒന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇതാണ് നമുക്ക് ഓഗസ്റ്റ് 2024ൻ്റെ ഈ മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിനെയും കുറിച്ചുള്ള ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് video. Thank you.